إن الحمد لله نحمده ونستغفره اللهم صل وسلم وبارك عليه. സുഹൃത്തുക്കളെ, ഉമ്മയുടെ വിശ്വാസവും ഖുർആനിലെ പ്രപഞ്ചവും എന്ന വിഷയത്തിൽ ശ്രീ ലിയാഖത്ത് അലി ഉന്നയിച്ച വിമർശനങ്ങൾ പരിശോധിക്കുന്ന പരമ്പരയുടെ രണ്ടാം ഭാഗമാണിത്. ഒന്നാം ഭാഗം കാണാത്തവർക്ക് ഈ വീഡിയോയ്ക്ക് ശേഷം ഒന്നാം ഭാഗവും കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ശ്രീ ലിയാഖത്ത് അലിയുടെ വിമർശനം ആദ്യം കേൾക്കാം. നമ്മൾ അള്ളാഹു എന്ന് പേരിട്ട് വിളിക്കുകയും ആ അള്ളാഹു മനുഷ്യർക്ക് ഈ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി മലക്കനെ പറഞ്ഞയച്ചിട്ട് കിതാബ് ഇറക്കി കൊടുത്തുവെന്നും ആ കിതാബിൽ പറയപ്പെടുന്ന ആളാണ് അള്ളാഹു എന്നൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഈ കിതാബ് ഇറക്കി കൊണ്ടുവന്ന് കൊടുത്ത ആൾക്ക് ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പോലും മനസ്സിലായിട്ടില്ല. ഖുർആനില് എവിടെയും ഭൂമി നിശ്ചലമാണെന്നോ സൂര്യൻ ഭൂമിയെ മാത്രമാണ് ചുറ്റുന്നതെന്നോ പറയുന്നില്ല. പകരം ആകാശഗോളങ്ങളിൽ അതാതിൻ്റെ ഭ്രമണപഥത്തിൽ ചലിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. 21-ാം അധ്യായം 31-ാം വചനം മൊബൈലിലെ സ്ക്രീനിലേക്ക് നോക്കൂ, ഞാൻ കാണിച്ചു തരാം, വെറുതെ പറയല്ല. وهو الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون. അവനത്ര രാത്രി, പകൽ, സൂര്യൻ, ചന്ദ്രൻ എന്നിവയെ സൃഷ്ടിച്ചത് ഓരോന്നും ഓരോ ഭ്രമണപഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളൊക്കെ കണ്ടില്ലേ? നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ഈ ആയത്ത് മക്കയിൽ അവതരിപ്പിച്ചതാണ്. ക്രിസ്തു വർഷം 619-621 ഇടയിലാണ്. പ്രവാചകത്വത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വർഷങ്ങളിലാണ്. മദീനയിലേക്കുള്ള ഹിജ്റക്ക് തൊട്ടു മുമ്പ് അവതരിപ്പിച്ച ആയത്താണ്. ഇനി 36-ാം അധ്യായം 40-ാം വചനം സൂറത്ത് യാസീൻ. ലശംസു യംബഈ ലഹാ അൻ തുദ്രിക്കൽ ഖമറ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. സ്ക്രീനിൽ നോക്കൂ, ഞാൻ വെറുതെ പറയല്ല. സൂര്യന് ചന്ദ്രന് പ്രാപിക്കാനാകുകയില്ല, രാവ് പകലിന് മറികടക്കുന്നതുമല്ല. ഓരോന്നും ഓരോ നിശ്ചിത ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. ഇനി 27-ാം അധ്യായം 88-ാം വചനം സുഹൃത്തുക്കളെ, സ്ക്രീനിൽ നോക്കിക്കോളൂ. വതറൽ ജിബാല തഹ്സബുഹാ ജാമിദതൻ വഹിയ തമറു മർറ സഹാബ് സുൻഅല്ലാഹില്ലദീ അത്ഖന കുല്ല ശൈ ഇന്നഹു ഖബീറും ബിമാ തഫ്അലൂൻ. പർവ്വതങ്ങളെ നീ കാണുമ്പോൾ അവ ഉറച്ചു നിൽക്കുന്നതാണ് എന്ന് നീ ധരിച്ചു പോകും. എന്നാൽ അവ മേഘങ്ങൾ ചലിക്കുന്നത് പോലെ ചലിക്കുന്നതാണ്. എല്ലാ കാര്യവും കുറ്റമറ്റതാക്കി തീർത്ത അള്ളാഹുവിൻ്റെ പ്രവർത്തനമത്രേ അത്. തീർച്ചയായും അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. 21-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രബോധമുള്ള ഒരു മുസ്ലിം ഈ ഖുർആൻ സൂക്തം വായിച്ചു പോകുമ്പോൾ, ഓതിപ്പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്താണ് വരിക? ഭൂമിയിലെ ഏറ്റവും വലിയ രൂപങ്ങളായ പർവ്വതങ്ങൾ നിശ്ചലമാണെന്ന മനുഷ്യൻ്റെ സ്വാഭാവികമായ തോന്നലിന് ഖുർആൻ ഇവിടെ തിരുത്തുകയാണ്. ഭ്രമണപഥത്തിലൂടെ മണിക്കൂറിൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ ഭൂമി സഞ്ചരിക്കുമ്പോഴും അതിനുള്ളിലിരിക്കുന്ന മനുഷ്യർക്ക് ആ ചലനം അനുഭവപ്പെടുന്നില്ല എന്നത് ആധുനിക ശാസ്ത്രം നൽകുന്ന അറിവാണ്. ആ മിഥ്യാധാരണയെ 1400 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഗ്രന്ഥം എത്ര കൃത്യമായാണ് വരച്ചു കാട്ടുന്നത് എന്ന് അദ്ദേഹം ചിന്തിക്കും. ആയിരക്കണക്കിന് വർഷങ്ങളായി പർവ്വതങ്ങൾ നിശ്ചലമാണെന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യൻ അവ നിരന്തരം ചലിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞിട്ട് കേവലം 60-70 വർഷങ്ങൾ മാത്രമായിട്ടുള്ളൂ. അതായത് നമ്മുടെ പിതാവൊക്കെ ജനിക്കുന്ന കാലഘട്ടത്തിൽ. ഇതിനോട് ചേർത്ത് വായിക്കുമ്പോഴാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള
ഖുർആനിലെ ആ പരാമർശത്തിൻ്റെ ആഴം ഒരു ശാസ്ത്ര വിദ്യാർത്ഥിക്ക് വേഗത്തിൽ മനസ്സിലാകുന്നത്. ഈ വചനത്തെക്കുറിച്ച് ഇമാം തബരിയും ഇബ്നു കസീറും റഹിമഹുമുള്ള അവർ പറയുന്നത് അന്ത്യദിനത്തിലെ പർവ്വതങ്ങളുടെ തകർച്ചയെക്കുറിച്ചാണ് ഈ വചനം പറയുന്നതെന്ന്. എന്നാൽ ആധുനിക പണ്ഡിതന്മാർ ഉറച്ചു നിൽക്കുന്നതായി നിനക്ക് തോന്നും എന്ന പ്രയോഗത്തിലെ സൂക്ഷ്മത മുൻനിർത്തി ഭൂമിയുടെ ഭ്രമണപഥത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ സത്യമാണ് ഇതിലൂടെ കാണുന്നത്. 7-ാം നൂറ്റാണ്ടിലെ മനുഷ്യർക്ക് ഉൾക്കൊള്ളാനാകുന്ന സന്ദർഭോചിതമായ വ്യാഖ്യാനം നൽകിയ മുൻകാല പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്നും ശാസ്ത്രം വളർന്നപ്പോൾ ഭാഷയിലെ സൂക്ഷ്മതയിലൂടെ ആധുനികർ കൂടുതൽ ആഴത്തിലുള്ള അർത്ഥം കണ്ടെത്തുകയാണുണ്ടായതെന്നും ഇത് തെളിയിക്കുന്നു. ഒരേ സമയം അക്കാലത്തെ മനുഷ്യരോടും ഇക്കാലത്തെ ശാസ്ത്രലോകത്തോടും സംവദിക്കുന്ന ഖുർആനിൻ്റെ സവിശേഷമായ അവതരണ ശൈലിയാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. നമ്മൾ ജനിച്ചു, നമ്മൾ പിന്നീട് മനസ്സിലാക്കി ഇത് ഭൂമി എന്നാണ് നമ്മൾ ഈ ഗ്രഹത്തിനെ വിളിക്കുന്നത്. നമ്മൾ നോക്കുമ്പോ ആകാശത്ത് സൂര്യൻ എന്ന് വിളിക്കുന്ന, നമ്മളെല്ലാരും സൂര്യൻ എന്ന് വിളിക്കുന്ന, സൂര്യൻ എന്ന് അറിഞ്ഞിട്ട് പോലുമില്ല സൂര്യന്റെ പേര് സൂര്യനാണ്. അങ്ങനെ സൂര്യൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു നക്ഷത്രം ഉണ്ട്. ആ നക്ഷത്രത്തിന്റെ ചുറ്റുമാണ് ഭൂമി ഇപ്പൊ കിടന്ന് കറങ്ങുന്നത്. നമുക്കിപ്പം അറിയാം, ചന്ദ്രൻ ഇപ്പൊ നമ്മൾ ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയതാണ്. ഈ ഭൂമിയെ കുറിച്ചും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് അള്ളാഹു എന്നും അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഞാനെന്നും പറഞ്ഞ് മുഹമ്മദ് നബി വരുന്ന സമയത്ത് ഇത് നക്ഷത്രമാണെന്നൊന്നും അറിയില്ല. മുഹമ്മദ് നബി മാത്രല്ലല്ലോ വന്നിട്ടുള്ളൂ. അല്ല, ആര് വന്നാലും അവർക്ക് ഇത് നക്ഷത്രമാണെന്ന് മനസ്സിലായിട്ടില്ല. ശ്രീ ലിയാഖത്ത് അലിയുടെ അടുത്ത വിമർശനം: ഖുർആന് നക്ഷത്രങ്ങളെയും സൂര്യനെയും രണ്ടായി കാണിക്കുന്നു. അതായത് സൂര്യൻ ഒരു നക്ഷത്രമാണെന്ന് ഖുർആന് അറിയില്ലായിരുന്നു. എന്നാൽ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഖുർആൻ എവിടെയാണ് സൂര്യൻ നക്ഷത്രമല്ല എന്ന് പറഞ്ഞത്? അങ്ങനെയൊരു ആയത്ത് കാണിച്ചു തരാമോ? കാരണം രണ്ട് കാര്യങ്ങളെ പ്രത്യേകം പരാമർശിക്കുന്നത് അവ ഒരേ വിഭാഗത്തിൽ പെടില്ല എന്നതിൻ്റെ തെളിവല്ല. ഒരു ഉദാഹരണം നോക്കാം. ഞാൻ ഇങ്ങനെ പറയുകയാണ്: മനുഷ്യരും ഡോക്ടർമാരും സമ്മേളനത്തിൽ പങ്കെടുത്തു. അതുകൊണ്ട് ഡോക്ടർമാർ മനുഷ്യരല്ല എന്നാണോ അർത്ഥം? അല്ല, ഡോക്ടർമാർ മനുഷ്യരാണ്, പക്ഷേ അവരുടെ പ്രത്യേകമായ പങ്ക് എടുത്തു പറഞ്ഞതാണ്. അതുപോലെ പഴങ്ങളും ആപ്പിളുകളും വാങ്ങി. ഇത് ഭാഷാപരമായി തെറ്റല്ല. ആപ്പിൾ പഴങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നുണ്ടെങ്കിലും പ്രത്യേക പ്രാധാന്യം നൽകാൻ വേർതിരിച്ച് പറയാറുണ്ട്. ഖുർആനിലും ഇതേ ശൈലി കാണാം. അള്ളാഹു പറയുന്നു: ഹുവല്ലദീ ജഅലശംസ ളിയാഅൻ വൽ ഖമറ നൂറാ. അവനാണ് സൂര്യനെ പ്രകാശമാക്കുകയും ചന്ദ്രനെ വെളിച്ചമാക്കുകയും ചെയ്തത്. മറ്റൊരിടത്ത് 67-ാം അധ്യായം: വലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസാബീഹ്. നാം ഏറ്റവും താഴെയുള്ള ആകാശത്തെ വിളക്കുകളാൽ, അതായത് നക്ഷത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. ഇവിടെ ഖുർആൻ വർഗീകരണം പഠിപ്പിക്കുകയല്ല, മറിച്ച് സൂര്യൻ്റെ പ്രവർത്തനവും പകൽ, ഊർജം, പ്രകാശം, നക്ഷത്രങ്ങളുടെ പ്രവർത്തനവും ആകാശത്തിൻ്റെ അലങ്കാരം, വഴികാട്ടൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ എടുത്തു പറയുകയാണ്. ഇനി ഒരു പ്രധാന കാര്യം: ഇന്നത്തെ ശാസ്ത്രപ്രകാരം സൂര്യൻ ഒരു നക്ഷത്രമാണ്. എന്നാൽ എല്ലാ നക്ഷത്രങ്ങൾക്കും സൂര്യൻ്റെ അതേ പങ്കില്ല. നമ്മുടെ സൗരയൂഥത്തിലെ കേന്ദ്ര നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയിലെ ജീവന്റെ ഊർജ്ജ സ്രോതസ് അതാണ്. അതുകൊണ്ട് തന്നെ ഭാഷയിലും ശാസ്ത്രത്തിലും സൂര്യൻ എന്ന പേരിൽ അതിനെ പ്രത്യേകം പരാമർശിക്കുന്നത് സാധാരണമാണ്. അള്ളാഹു എന്ന പ്രപഞ്ച ദൈവം എന്ന ഈ വിശ്വാസത്തിലാകെയുള്ള തെളിവ് ഖുർആനാണ്. ഖുർആനാണെങ്കിൽ പ്രപഞ്ചത്തെ കുറിച്ച് ഒരുപാട് മണ്ടത്തരങ്ങൾ. ശ്രീ ലിയാഖത്ത് അലിയുടെ പ്രധാന വാദം ഇങ്ങനെയാണ്: ഖുർആൻ പ്രപഞ്ചത്തെക്കുറിച്ച് ഒരുപാട് അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനാൽ അത് ദൈവിക ഗ്രന്ഥമല്ല. ഈ വാദത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം വ്യക്തമാക്കാം. ഒരു ഗ്രന്ഥം ദൈവികമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ശരിയായ രീതി എന്താണ്? അത് ആ ഗ്രന്ഥം യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയാണ്. അല്ലാതെ ആ ഗ്രന്ഥം പറയാത്ത കാര്യങ്ങൾ അതിൽ ആരോപിച്ചുകൊണ്ടല്ല. അതുകൊണ്ട് ഓരോ വിമർശനവും പരിശോധിക്കുമ്പോൾ 3 ചോദ്യങ്ങൾ ചോദിക്കണം. ഒന്നാമത്തെ ചോദ്യം: ഖുർആൻ യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? രണ്ടാമത്തത്: ആ വാചകത്തിന് വിമർശകൻ നൽകുന്ന അർത്ഥമാണോ ശരിയായ അർത്ഥം?
മൂന്നാമത്തത്, ആ വാചകം ശാസ്ത്രവുമായി യഥാർത്ഥത്തിൽ വിരുദ്ധമാണോ? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതെ ആണെങ്കിൽ മാത്രമേ ഖുർആൻ ശാസ്ത്രീയ അബദ്ധം പറഞ്ഞു എന്ന് പറയാൻ കഴിയൂ. ഉദാഹരണം, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആദ്യ വിമർശനം തന്നെ എടുക്കാം. ഖുർആന് ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന് അറിയില്ലായിരുന്നു എന്ന്. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. ഖുർആനിൽ എവിടെയാണ് സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്ന് പറഞ്ഞത്? ഒരു ആയത്തെങ്കിലും കാണിച്ചു തരാമോ? കാണിച്ചു തരാൻ കഴിയുന്നില്ലെങ്കിൽ ഖുർആന് അത് അറിയില്ലായിരുന്നു എന്ന നിഗമനം എങ്ങനെ വന്നു? ഇത് ഖുർആനിൽ നിന്ന് ലഭിച്ച നിഗമനമല്ല, വിമർശകന്റെ അനുമാനമാണ്. രണ്ടാമത്തെ ഉദാഹരണം, പിന്നീട് താങ്കൾ പറയുന്നു ഖുർആൻ സൂര്യനെയും നക്ഷത്രങ്ങളെയും വേർതിരിച്ച് പറയുന്നു, അതിനാൽ സൂര്യൻ നക്ഷത്രമാണെന്ന് ഖുർആൻ അറിയില്ലായിരുന്നു. വീണ്ടും അതേ ചോദ്യം, ഖുർആൻ എവിടെയാണ് സൂര്യൻ നക്ഷത്രമല്ല എന്ന് പറഞ്ഞത്? വേർതിരിച്ച് പരാമർശിച്ചത് കൊണ്ട് മാത്രം വേറിട്ട വിഭാഗമാണെന്ന് തെളിയിക്കാനാവില്ല. ഒരു ഗ്രന്ഥത്തെ തെറ്റാണെന്ന് പറയണമെങ്കിൽ ആദ്യം ആ ഗ്രന്ഥം യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞതെന്ന് കൃത്യമായി കാണിക്കണം. ഖുർആൻ പറയാത്ത കാര്യം അതിൽ ആരോപിച്ച് ശേഷം ആ ആരോപണത്തെ വിമർശിക്കുന്നത് യുക്തിപരമായ വിമർശനമല്ല. ഇനി നമുക്കൊരു ചെറിയ ചിന്താ പരീക്ഷണം നടത്താം. 3 പേരെ ഖുർആന്റെ മുമ്പിൽ ഇരുത്താം. ഒന്നാമൻ ക്രിസ്തു വർഷം 630 ജീവിച്ച ഒരു മുസ്ലിം, ഒരു 7ാം നൂറ്റാണ്ടുകാരൻ. രണ്ടാമൻ 2026 ജീവിക്കുന്ന ആധുനിക ശാസ്ത്രം പഠിച്ച ഒരു മുസ്ലിം. മൂന്നാമൻ 2026 ജീവിക്കുന്ന ആധുനിക ജ്യോതിശാസ്ത്രത്തിൽ പ്രാവീണ്യമുള്ള ഒരു നിരീശ്വര ശാസ്ത്രജ്ഞൻ. മൂവരുടെയും കയ്യിൽ ഒരേ ഗ്രന്ഥം ഖുർആൻ. മൂവരും ഒരേ ആയത്ത് വായിക്കുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിയിലും രാപ്പകലുകളുടെ മാറി മാറി വരവിലും ബുദ്ധിയുള്ളവർക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. 3-ാം അധ്യായം 190-ാം വചനം. ആദ്യത്തെ വ്യക്തി 7ാം നൂറ്റാണ്ടിലെ മുസ്ലിം. അവൻ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുന്നു, നക്ഷത്രങ്ങൾ കാണുന്നു, സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് കാണുന്നു, മഴ പെയ്യുന്നത് കാണുന്നു, സസ്യങ്ങൾ വളരുന്നത് കാണുന്നു, ഋതുക്കൾ മാറി മാറി വരുന്നത് കാണുന്നു. അവൻ ആലോചിക്കുന്നു, ഇതെല്ലാം ഇത്ര കൃത്യമായി നടക്കുന്നത് യാദൃശ്ചികമാകാൻ സാധ്യതയില്ല. ഇതിന് പിന്നിൽ അതിശക്തനും അതിബുദ്ധിമാനുമായ ഒരു സൃഷ്ടാവുണ്ട്. അവന് ഖുർആൻ നൽകിയ സന്ദേശം അതാണ്. രണ്ടാമത്തെ വ്യക്തി 21-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രം പഠിച്ച മുസ്ലിം. അവനും അതേ ആയത്ത് വായിക്കുന്നു. പക്ഷേ ഇപ്പോൾ അവൻ്റെ അറിവ് വളരെ വലുതാണ്. അവനറിയാം ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നു, ഭൂമി സൂര്യനെ ചുറ്റുന്നു, സൂര്യൻ ക്ഷീരപഥ ഗാലക്സികളിലൂടെ സഞ്ചരിക്കുന്നു, കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്, പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു, ജീവൻ നിലനിൽക്കാൻ ഭൗതിക സ്ഥിരാങ്കങ്ങൾ അതിസൂക്ഷ്മമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അതേ ആയത്ത് വായിക്കുമ്പോൾ ആകാശഭൂമികളുടെ സൃഷ്ടിയിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന വാക്കുകളുടെ ആഴം അവന് കൂടുതൽ വ്യക്തമായി അനുഭവപ്പെടുന്നു. കാരണം ഇന്ന് അവൻ കാണുന്ന പ്രപഞ്ചം 7ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ കണ്ടതിനേക്കാൾ അനന്തമായി വിശാലമാണ്. മൂന്നാമത്തെ വ്യക്തി 21-ാം നൂറ്റാണ്ടിലെ ഒരു നിരീശ്വര ശാസ്ത്രജ്ഞൻ. അവൻ അതേ ആയത്ത് വായിക്കുന്നു. അവനും അറിയാം ഭൂമി സൂര്യനെ ചുറ്റുന്നു, സൂര്യൻ ഒരു നക്ഷത്രമാണ്, പ്രപഞ്ചം വികസിക്കുന്നു, ഗുരുത്വാകർഷണ നിയമങ്ങളുണ്ട്, ക്വാണ്ടം ഫിസിക്സ് ഉണ്ട്, ബ്ലാക്ക് ഹോളുകളുണ്ട്, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്. ഖുർആൻ അവനോടും ചോദിക്കുന്നു, ഇതെല്ലാം നോക്കൂ. അഫലം യൻദുറൂ ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യന്നാഹാ. അവരുടെ മുകളിലുള്ള ആകാശത്തെ അവർ നോക്കുന്നില്ലേ, നാം അതിനെ എങ്ങനെ നിർമ്മിക്കുകയും അലങ്കരിക്കുകയും ചെയ്തുവെന്ന്. അവനും ആകാശത്തെ പഠിക്കുന്നു, എന്നാൽ അവൻ സൃഷ്ടാവിനെ അംഗീകരിക്കണമെന്നില്ല. കാരണം ഖുർആൻ മനുഷ്യനെ നിർബന്ധിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ നിർബന്ധമില്ല. പക്ഷെ മൂവരോടും ഖുർആൻ ചോദിക്കുന്ന ചോദ്യം ഒന്ന് തന്നെയാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ
അം ഹുമുൽ ഖാലിഖൂൻ, അവർ ഒന്നുമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരാണോ അതോ അവർ തന്നെയാണോ സൃഷ്ടാക്കൾ? ഈ ചോദ്യം 7-ാം നൂറ്റാണ്ടുകാരനോടും ചോദിക്കുന്നു, 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിമിനോടും ചോദിക്കുന്നു, 21-ാം നൂറ്റാണ്ടിലെ നിരീശ്വര ശാസ്ത്രജ്ഞനോടും ചോദിക്കുന്നു. കാരണം ഇത് ജ്യോതിശാസ്ത്രത്തിൻ്റെ ചോദ്യമല്ല, ഇത് അസ്തിത്വത്തിൻ്റെ ചോദ്യമാണ്. ഇതാണ് ഖുർആന്റെ പ്രത്യേകത. ഖുർആൻ ഓരോ കാലഘട്ടത്തിലും മനുഷ്യരോട് പറയുന്നത് പറയുക, ആകാശങ്ങളിലും ഭൂമിയിലും എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾ നിരീക്ഷിക്കൂ, ശ്രദ്ധിക്കൂ. ഖുർആൻ പറയുന്നില്ല നിങ്ങൾക്ക് അറിയാത്ത എല്ലാ ശാസ്ത്രീയ വിവരങ്ങളും ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. മറിച്ച് പറയുന്നത് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കൂ, അതിലെ ക്രമം, നിയമം, സൗന്ദര്യം, കൃത്യത എന്നിവയെക്കുറിച്ച് ചിന്തിക്കൂ. പിന്നെ അതിൻ്റെ പിന്നിലെ അന്തിമ വിശദീകരണത്തെക്കുറിച്ച് ആലോചിക്കൂ. അതുകൊണ്ട് തന്നെ 7-ാം നൂറ്റാണ്ടിലെ മുസ്ലിമും അതേ ഖുർആനിൽ നിന്ന് പ്രയോജനം നേടി. 21-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞനും അതേ ഖുർആൻ വായിച്ച് അതേ ക്ഷണം സ്വീകരിക്കാം. കാരണം ഖുർആൻ ശാസ്ത്രത്തെ മാറ്റി സ്ഥാപിക്കാൻ വന്ന ഗ്രന്ഥമല്ല, ശാസ്ത്രം പഠിക്കുന്ന അതേ പ്രപഞ്ചത്തെക്കുറിച്ച് മനുഷ്യനെ കൂടുതൽ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ വന്ന ഗ്രന്ഥമാണ്. വേദങ്ങളുണ്ടല്ല, ദൈവത്തിൽ അവിടെ ഒന്നും അള്ളാഹു ഇല്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ റസൂല് വരൂന്ന് ഈ ക്രിസ്ത്യാനികളുടെ തൗറാത്തിൽ അങ്ങനെയൊന്നും, അതൊന്നും ഇത് കണക്റ്റഡ് ആയിട്ട് രേഖപ്പെടുത്തി വെക്കപ്പെട്ട കാര്യമല്ല. തൗറാത്തിലും പിന്നെ ഇഞ്ചീൽ എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായില്ല. ഈ ബൈബിൾ ആണെങ്കിൽ ബൈബിളിലും തൗറാത്തിലും ഒന്നും ഇങ്ങനെ അള്ളാഹു എന്നൊരു ദൈവവും ഇല്ല, ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതവും ഇല്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കൂ. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യാനും മറക്കരുത്. അള്ളാഹു ഈ ചെറിയ പരിശ്രമം സ്വീകരിക്കുകയും സത്യം തിരിച്ചറിയാനും പിന്തുടരാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.